ഹായ് ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രഡീഷണൽ ഗെറ്റ് റെഡി വിത്ത് മീയുടെ വീഡിയോ ഇടാൻ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ആക്കുള്ള വീഡിയോ ആണത്. ആക്ക് മാത്രമല്ല ബാക്കി എല്ലാവർക്കും ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് കുറേ ഞാൻ യൂഷ്വലായിട്ട് ചെയ്യുന്ന അതേ മേക്കപ്പ് തന്നെയാണ്, വലിയ കാര്യമായിട്ട് വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഞാൻ എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ അത്ര വലിയ ജീവിതമൊന്നും ജീവിച്ച് തുടങ്ങിയില്ല, എന്നാലും നടക്കാതെ പോയ എൻ്റെ ഒരു ആഗ്രഹം ആണ് ഞാൻ പറയാൻ പോണേ. അതിനകത്ത് എനിക്കുണ്ടായ ഒരു നല്ല എക്സ്പീരിയൻസും അതാണ് ഞാൻ പറയാൻ പോണേ. സോ എൻ്റെ ചെറുപ്പം തൊട്ടുള്ള ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഷെഫ് ആവുക എന്നുള്ളതാണ് ആഗ്രഹം. എൻ്റെ അച്ഛൻ ഹോട്ടൽ നടത്തുന്നുണ്ട്, എൻ്റെ അച്ഛന് കാറ്ററിംഗ് ഉണ്ട്. അപ്പോൾ ഈയൊക്കെ കാരണം കൊണ്ട് ഞാൻ ചെറുപ്പം തൊട്ട് കാണുന്ന ഈ ഒരു മേഖല ആയതുകൊണ്ട് എനിക്ക് കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ഇതിനെ എങ്ങനെ ചെയ്യാമോ എന്ത് കാര്യങ്ങളോ ഒന്നും എനിക്കറിയില്ല, അതിനെപ്പറ്റി ഒന്നും അറിയില്ല. അപ്പോൾ ഞാൻ 10th പഠിക്കുമ്പോൾ ഞങ്ങൾക്കൊരു പുതിയ സാറ് വന്നു. എന്നിട്ട് സാറിനോട് ഞാൻ പറഞ്ഞു എനിക്ക് കുക്ക് ചെയ്യാൻ ഇഷ്ടം, അങ്ങനെയൊക്കെ ഇഷ്ടം. അപ്പോൾ അത്തവണ സയൻസ് ഫെയറിന് സാറ് പറഞ്ഞു ഇങ്ങനൊരു മത്സരം ഉണ്ട്, എന്താ കുക്കിങ്ങിൻ്റെ മത്സരമാണ്, ഒന്ന് മത്സരിച്ച് നോക്കും. അപ്പം ഞാൻ പറഞ്ഞു അയ്യോ സാറേ എനിക്ക് അങ്ങനെ ഒന്നും പോയി ചെയ്യാനൊന്നും അറിയില്ല. അത് 3 മണിക്കൂറിൽ നമ്മൾ 12 ഐറ്റം ഉണ്ടാക്കണം. അങ്ങനെ ഞാൻ ഉപജില്ലയിൽ മത്സരത്തിൽ പോയി. ചക്കിട്ട് മുയിലെത്തു. ഞാൻ ഫസ്റ്റ് അടിച്ചോടെ ഗൈസ്. എനിക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല. കാരണം കുറേ പിള്ളേരുണ്ട്, ഞാൻ ആദ്യമായിട്ട് മത്സരിക്കണു. അവിടെ 2, 3 വട്ടം മത്സരിച്ച ആൾക്കാരുണ്ട്, അവരിൽ നിന്ന് ഞാൻ ജയിക്കണു. അതൊക്കെ ഭയങ്കര, എൻ്റെ സ്കൂളിൽ ഞാൻ ഭയങ്കര സംഭവമായി. കുക്കിംഗ് മത്സരത്തിന് 12 ഐറ്റം ഉണ്ടാക്കില്ല, ഞാൻ 8, 9 ഐറ്റം ഉണ്ടാക്കിയുള്ളൂ അന്ന് ആദ്യം. അങ്ങനെ ജില്ലയിൽ പോയി. ജില്ലയിൽ എനിക്ക് സെക്കൻഡ് കിട്ടി. സെക്കൻഡ് കിട്ടിയപ്പോഴാണെങ്കിൽ എനിക്ക് വലിയ മീൻസ് വിഷമമൊന്നുമായില്ല. കാരണം നമ്മൾ ആദ്യമായിട്ടാണല്ലോ പോണേ. ഇതിന് ഫസ്റ്റിനും സെക്കൻഡിനും സ്റ്റേറ്റിലേക്ക് പോവാം. അങ്ങനെയുണ്ട് ഞാൻ ഇതിന് സ്റ്റേറ്റിൽ പോയി കുക്കിങ്ങിൻ്റെ കോമ്പറ്റീഷന്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് തന്നിട്ടുള്ള കുറച്ച് ദിവസങ്ങളാണ്. ഞാൻ ആദ്യമായിട്ട് ചെയ്തൊരു കാര്യം ഞാൻ ചെയ്തത് സക്സസ്ഫുള്ളായതും, എൻ്റെ സ്കൂളിൽ ഞാൻ മൊത്തത്തിൽ എല്ലാവർക്കും സ്കൂളിൽ ഇപ്പോൾ പുതിയത് ആരെങ്കിലും വരാണെങ്കിൽ എൻ്റെ അച്ഛമ്മ വേഗം വിളിക്കും. എന്നിട്ട് വിളിച്ചിട്ട് പറയും ഇത് നമ്മുടെ സ്റ്റേറ്റിൽ പോയ കുട്ടിയാണ് ആര്യനന്ദ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര എല്ലാവരും നമ്മൾ അംഗീകരിക്കും. കാരണം ഞാൻ ചെറുപ്പത്തിലെ ഷെഫാവണമെന്ന് പറഞ്ഞപ്പോൾ എന്നെ എല്ലാവരും കളിയാക്കിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഷെഫാവണം അങ്ങനെ വന്ന് എന്നെ കളിയാക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ പോലും പ്രതീക്ഷിക്കാതെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ചൊരു കാര്യം നടന്നു. അപ്പോൾ തൊട്ട് ഞാൻ എന്നെ ചിന്തിച്ചു അങ്ങനെ എന്തായാലും ഞാൻ ഷെഫാവും, എനിക്ക് പഠിക്കണം എന്നുള്ള ഇതുമ്പോൾ നിൽക്കുകയായിരുന്നു. പക്ഷേ എനിക്ക് നാട്ടിൽ പഠിക്കുന്നതിന് വലിയ വാല്യൂ ഇല്ലയെന്ന് ഞാൻ നാട്ടിൽ കുറേ പഠിച്ചവരെ കേട്ടിട്ടുണ്ട്. സോ അപ്പോൾ ഞാൻ വെച്ച് പുറത്ത് പഠിക്കാമെന്ന് വെച്ചപ്പോൾ ഇതിന് നല്ല ബഡ്ജറ്റ് ആയതുകൊണ്ട് ഞാൻ എൻ്റെ ആഗ്രഹം ഉപേക്ഷിച്ചെന്ന് പറയുമ്പോൾ ഇല്ല, എൻ്റെ കയ്യിൽ കാശാകുമ്പോൾ ചിലപ്പോൾ ഞാൻ പോയി പഠിക്കും. അങ്ങനെ ഞാനാണ് ഏവിയേഷൻ എടുത്തത്. അല്ലെങ്കിൽ ഞാനൊരു ഷെഫാവാൻ പഠിച്ചേനെ ഗൈസ്. എനിക്ക് ഇത് ആലോചിക്കുമ്പോഴും എനിക്ക് ഇച്ചിരി വിഷമമുള്ളൊരു കാര്യമാണ്. കാരണം എനിക്കിത് പഠിക്കാൻ പറ്റിയില്ല, ഇപ്പം എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് ആലോചിച്ച് അങ്ങനെ എൻ്റെ മേക്കപ്പ് ഏതാണ്ട് ഇവിടെ തീർന്നു. അപ്പോൾ ഇത്രയുള്ളൂ ഗൈസ്, ടാറ്റാ.